അപ്പോൾ ഈ ക്യാരറ്റ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് വേറെ ഒന്നിനുമല്ല, ഗ്രേസിന് സ്കൂളിലേക്ക് ലഞ്ച് ബോക്സിലേക്ക് ഉള്ളതൊന്ന് റെഡിയാക്കി എടുക്കാൻ കേട്ടോ. അപ്പോൾ ഈ ക്യാരറ്റ് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പരിപാടികളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗ്രേസ് എഴുന്നേറ്റിട്ടില്ല, അതിന് ടൈം ആവണുള്ളൂ എഴുന്നേക്കാനുള്ള. അപ്പോൾ അതിനു മുമ്പ് വേഗം എൻ്റെ കുക്കിംഗ് പരിപാടികളും കാര്യങ്ങളെല്ലാം ചെയ്ത് തീർക്കണം. അപ്പോൾ എല്ലാവർക്കും വൈഡ് വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഞാൻ ഒരു സവാളയും 2 പച്ചമുളകും അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. സവാളയുടെ പകുതി മാത്രമേ എടുക്കണുള്ളൂ. പകുതി ഞാൻ കോഴിമുട്ട ഒന്ന് പൊരിക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കട്ട് ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ ഇതേ 3-4 അല്ലി വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. അതിനെ ഒന്ന് ഇതേ കട്ട് ചെയ്തെടുത്തു. ക്യാരറ്റിനോടും ഉരുളക്കിഴങ്ങിനോടും ഒരു പ്രത്യേക ഇഷ്ടമുണ്ട് ഗ്രേസിന് കേട്ടോ. അപ്പം ഞാൻ ദേ പാൻ അടുപ്പത്ത് വെച്ചു. പിന്നെ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഉപ്പൊക്കെ ഒന്ന് ദേ എടുത്ത് വെച്ചിട്ടുണ്ട്. മുട്ട പൊരിക്കാനുള്ള കാര്യം ആദ്യം ചെയ്തിട്ട് നമ്മുടെ ക്യാരറ്റിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ദേ സവോളയും പച്ചമുളകൊക്കെ എടുത്തൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ക്യാരറ്റ് ഉപ്പേരി ഉണ്ടാക്കണ ആ സെയിം പാനിൽ തന്നെയാണ് കോഴിമുട്ടനെ റെഡിയാക്കി എടുക്കണം. സവാളയും പച്ചമുളകും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ദേ ഇട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ മക്കൾക്ക് ലഞ്ച് ബോക്സിലേക്ക് എന്തൊക്കെയാണ് കൊടുത്തയക്കാറെന്നൊക്കെ ഞാൻ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞാൻ കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിനും കൂടി ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് വെച്ചു. പിന്നെ അതേ പാൻ നല്ലോണം ചൂടായിട്ടുണ്ട് പാൻ. അപ്പോൾ അതേ വെളിച്ചെണ്ണ ഒഴിച്ചത് ഇച്ചിരി കൂടിപ്പോയി എന്ന് എനിക്ക് സംശയം തോന്നി. സംശയമല്ല, കൂടിപ്പോയി. ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഞാൻ ഒഴിക്കുന്ന വെളിച്ചെണ്ണ ഇച്ചിരി കൂടി പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ കുപ്പിയിൽ പകർത്തി വെച്ചിട്ടില്ല. ഞാൻ ഡെയിലി യൂസ് ചെയ്യണ കുപ്പിയിൽ പകർത്തി വെക്കാണ്ട് മറ്റേ നമ്മൾ മേടിച്ച് ബോട്ടിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ആയിരിക്കാം ആ ഒരു അളവ് വ്യത്യാസം. പിന്നെ ഞാൻ ചെറിയ രീതിയിൽ കരിഞ്ഞില്ല കേട്ടോ, നല്ലോണം ഒന്ന് ഡീപ്പ് ഫ്രൈ ആയായിരുന്നു. കാരണം ഗ്രേസ് എണീറ്റിട്ടുണ്ടോന്നൊരു സംശയം തോന്നി അവളുടെ അടുത്ത് പോയി. തിരിച്ചു വന്നപ്പോഴേക്കും അത് നല്ലോണം ഫ്രൈ ആയിരുന്നു. പിന്നെ ആ പാനിലേക്ക് തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് നേരത്തെ കട്ട് ചെയ്ത് വെച്ചായിരുന്ന സവോളയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് പിന്നെ ക്യാരറ്റ് ഇട്ടു. അപ്പോൾ ഇനി അതവിടെ കിടന്നൊന്ന് വെന്ത് സെറ്റ് ആയിക്കോളും. അപ്പോൾ ദേ ഗ്രേസ് എണീച്ചിട്ട് ബ്രഷും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അത് കഴിയുമ്പോഴേക്ക് എത്തും. പിന്നെ ഇനി അവൾക്ക് സ്നാക്സ് ബോക്സിലേക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊടുക്കണം. അപ്പോൾ ഞങ്ങളിതേ ഇങ്ങനെ ഓരോന്നൊക്കെ വർത്താനം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അമ്മേ ആ സമയത്ത് ഈ സമയത്തുള്ള അപ്പ എനിക്കാ. അപ്പൊ അപ്പ എനിക്ക് പോയി തലോന്ന് വെച്ചിട്ടാ പോയ. അപ്പൊ ബാത്റൂമിൽ അങ്ങോട്ട് കയറിപ്പോയി. അന്നത്തെ അപ്പ പോയി പിന്നെ അപ്പൊ ഗ്രേസിന്റെ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പേനെ ഇന്ന് പ്രാങ്ക് ചെയ്തിട്ടാണ് എണീറ്റത് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നതാണ്. നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് എനിക്ക് ഉറപ്പില്ല, കാരണം ആ വെള്ളത്തിൻ്റെ സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു. പിന്നെന്താ, ഇന്നാൾ നല്ല ഹാപ്പി ആയിട്ടാണ് എണീറ്റ് വന്നത്. അല്ലെങ്കിൽ വാശിയൊന്നും പിടിക്കാറൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ പക്ഷേ ഇന്ന് ഒറ്റയ്ക്ക് എണീറ്റ് ഹാപ്പി ആയിട്ട് എണീറ്റ് വരുമ്പോൾ ആ ഒരു എനർജി ഉണ്ടല്ലോ, ആ ഒരു എനർജിയിലാണ്. അപ്പോൾ ഇനി അവളെ വിടാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാണ്. ഇനി സ്നാക്സ് ബോക്സിലേക്ക് ന്യൂട്ടലിയും ബ്രെഡും വേണമെന്ന് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
എന്നാലും ഞാനൊന്ന് കൺഫേം ചെയ്തതായിരുന്നു. നിങ്ങൾ വീഡിയോ കാണുന്നത് വൈറ്റ് വ്ളോഗ്സിന്റെ യൂട്യൂബ് ചാനലാണെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. അപ്പോൾ ഞാൻ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇതുവരെ ഫോളോ ചെയ്യാണ്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ ഇന്നലത്തെ വീഡിയോയിൽ ഡാഡിനെയും മമ്മീനെയും വെഡിങ് ആനിവേഴ്സറി വിഷസ് അറിയിച്ച എല്ലാവർക്കും താങ്ക് യു കേട്ടോ. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും വിഷസിനും എല്ലാവർക്കും താങ്ക് യു. അതുപോലെ ലിജി ചേച്ചി അവിടെ തിരിച്ചെത്തിയില്ലെന്നൊക്കെ പറഞ്ഞ് കുറേ കമൻസ് ഒക്കെ വന്നായിരുന്നു. ഞാൻ കമൻസ് ഒക്കെ വായിക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് തിരക്കിലിങ്ങനെ പെട്ടതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഓരോരുത്തർക്കും സെപ്പറേറ്റ് റിപ്ലൈ ലേറ്റ് ആവണത്. അപ്പോൾ ലിജിച്ചയും ഫാമിലിയും അവരെല്ലാവരും സേഫായിട്ട് എത്തി, കുഴപ്പമൊന്നുമില്ല. അവരന്ന് തന്നെ എത്തിയായിരുന്നു. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു. പിന്നെ ഞാൻ ഒരു ബ്രെഡിലേക്ക് ന്യൂട്ടല്ലാൻ തേച്ച് ജസ്റ്റ് ഒന്ന് മടക്കി സ്നാക്സ് ബോക്സിലേക്ക് വെക്കുകയാണ്. ഒരു ബ്രെഡ് മതി എന്നാണ് പറഞ്ഞേക്കണത്. പിന്നെ ആപ്പിളും അതുപോലെ തന്നെ കായ വറുത്തതും കൂടി ഇന്ന് നമ്മുടെ സ്നാക്സ് ബോക്സിൽ ഫില്ല് ചെയ്യണുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ. പിന്നെ ഇനി ലഞ്ച് ബോക്സ് ഒന്ന് ഫില്ല് ചെയ്യണം. നമ്മൾക്ക് സെപ്പറേറ്റ് പാത്രങ്ങളിൽ കറി കഴിക്കുന്നത് വലിയ ഇഷ്ടമില്ല. ചാറ് കറികളൊക്കെ ആണെങ്കിൽ സെപ്പറേറ്റ് ഞാൻ പാക്ക് ചെയ്യും. അല്ലെങ്കിൽ എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എളുപ്പമാവും. അപ്പോൾ സ്പൂൺ കൊണ്ട് വേഗം കഴിക്കാം. വേറെ കറികൾ ഇങ്ങനെ സെപ്പറേറ്റ് എടുക്കണ്ടല്ലോ. LKG-യിലായിരുന്ന സമയത്ത് ഞാൻ അങ്ങനെ പാത്രങ്ങൾ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്, ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാറുണ്ട്. ആദ്യത്തെ സമയങ്ങളിലൊക്കെ സെപ്പറേറ്റ് കറികളൊക്കെ ആക്കി കൊടുക്കാറ്. അപ്പോൾ അവൾ പറയും എന്നോട് ഇങ്ങനെ മിക്സ് ചെയ്ത് തന്നാൽ മതി, അത് ആകുമ്പോൾ അവൾക്ക് സ്പീഡിൽ കഴിക്കാൻ പറ്റും അങ്ങനെയൊക്കെ പറയും. അപ്പോൾ അവളുടെ എളുപ്പത്തിന് വേണ്ടി ഞാൻ നമ്മുടെ ചോറൊക്കെ ഊറ്റി വെച്ചായിരുന്നു. അപ്പോൾ ഇത് ചോറിട്ടു. പിന്നെ ക്യാരറ്റ് ഉപ്പേരി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യാണ്. പിന്നെ കോഴിമുട്ട ഞാൻ പൊരിച്ചത് ജസ്റ്റ് മുകളിൽ വെക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ അവൾ പറഞ്ഞു അതൊന്ന് ഇങ്ങനെ കീറിപ്പൊളിച്ച് അങ്ങനെ ഇട്ടാൽ മതി, അതാണ് എളുപ്പം, കഴിക്കാൻ എളുപ്പം എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ ചിക്കി പൊരിച്ചെടുത്താനേ. എന്തായാലും അങ്ങനെ അവൾ പറഞ്ഞതല്ലേ. അപ്പോൾ ഞാനിനി ക്യാരറ്റൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കോഴിമുട്ടനെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് കൈ കൊണ്ട് തന്നെ ഒന്ന് ചിക്കി ഇങ്ങനെ പൊളിച്ച് ഇതിലേക്ക് മുകളിലേക്ക് ഇടാണ്. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി അടച്ചു വയ്ക്കും. പിന്നെ സ്പൂണൊക്കെ ഇട്ട് കെട്ടി പാക്ക് ചെയ്ത് അവളെ ലഞ്ച് ബാഗിലേക്ക് ആക്കണം. അത്രയുള്ള വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം റെഡിയാണ്. അപ്പോൾ ഇനി അവളെ കുളിപ്പിക്കാനും ബാക്കി കാര്യങ്ങളും ഫുഡൊക്കെ കൊടുത്ത് എല്ലാം റെഡി ആക്കാനൊക്കെ പോവാണ് കേട്ടോ. സ്റ്റീവ് എഴുന്നേറ്റിട്ടില്ല, നല്ല ഉറക്കത്തിലാണ്. ഗ്രേസ് പോയതിന് ശേഷം എഴുന്നേൽക്കുള്ളൂ. കുറച്ച് നേരം കഴിഞ്ഞിട്ട് എനിക്കുള്ളൂ. ഇന്നാണെങ്കിൽ മഴക്കാരുള്ളൊരു അന്തരീക്ഷമാണ്. അപ്പോൾ അങ്ങനെ ഗ്രേസ് റെഡിയായി. ഞാനാണ് കേട്ടോ ഇന്ന് കൊണ്ടാക്കണേ. ഞാൻ നടക്ക്, സ്പീഡ് ബസ് ഇപ്പോൾ വരും. അങ്ങനെ ബസ്സിന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞ് നിന്നു. അപ്പോഴേക്കും ബസ് എത്തിയിട്ടാ. അപ്പോൾ ഇന്ന് ഞങ്ങൾ സനചേട്ടൻ ചായ വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഗ്യാപ്പിൽ. അപ്പോൾ ഇന്ന് ബ്രെഡും പീനട്ട് ബട്ടറുമാണ് കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഞങ്ങൾ കഴിക്കണം. അമ്മയ്ക്ക് ഓട്സ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും നല്ല മഴ പെയ്തു കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. കാരണം ഒറ്റ ദിവസം എനിക്ക് കറക്റ്റ് 12 മണിക്കാണ് നമ്മുടെ വീഡിയോയുടെ ടൈമെങ്കിലും എനിക്ക് കറക്റ്റ് ഇടാൻ പറ്റാറില്ല. അപ്പോൾ അതൊന്ന് റെഡിയാക്കാൻ വേണ്ടി ഞാൻ ഇന്ന് 12 മണിക്ക് മാക്സിമം പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് കേട്ടോ. ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോ കാണാം. അപ്പോൾ ബൈ.